വയനാട് ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗമായ അടിയ സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണ് ഗദ്ദിക. ആ ഗദ്ദിക എന്ന കലാരൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അത് പരിചയപ്പെടുത്തുവാനും കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊരു ഗോത്രഗാനത്തോടും കൂടെ ഈ ഗദ്ദിക എന്ന അനുഷ്ഠാന കലയിലേക്ക് പോകുന്നതാണ്. Saying that Gadiga is a very special and important art form for the Adiya community. They're from the Adiya community. Of course, there's a problem with that name. They've reclaimed the name Ravula, but it's a very important tradition for them, and they're going to start with a song related to this tradition. La la le la la le la le, oh le 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 le, la la le la la le la le, oh le 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 le, la la le la la le la le, oh le 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 le, la la le la la le la le, oh le 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 le, പാറമടയിലെ ഞണ്ടു ആ ഞണ്ടുക്കു വട്ടനാലു കാലു അവനു നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു അവന്റെ നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ ഓലലേ ലേ 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 ലാലാലേ ലാലാലേ ലാലേ ഓലലേ ലേ 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 പാറമടയിലെ ഞണ്ടു ആ ഞണ്ടുക്കു വട്ടനാലു കാലു അവന്റെ നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു അവന്റെ നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 അങ്കുവട്ടത്തുള്ള തോടു ആ തോട്ടിലി പരരുവട്ട പൊന്തിള അങ്കുവട്ടത്തുള്ള തോടു ആ തോട്ടിലി പരരുവട്ട പൊന്തിള നമ്മ ചാട നിറയെ പരരുവട്ട പോണു നമ്മ കുട്ട നിറയെ പരരുവട്ട പോണു നമ്മ ചാട നിറയെ പരരുവട്ട പോണു നമ്മ കുട്ട നിറയെ പരരുവട്ട പോണു ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 പാറമടയിലെ ഞണ്ടു ആ ഞണ്ടുക്കു വട്ടനാലു കാലു അവന്റെ നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു അവന്റെ നെറ്റിമേലെ രണ്ടു രണ്ടു കണ്ണു ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 കുന്തുമേലെ പൊന്തി വന്ന ചീരേ ആ ചീരമേ എമ്പടുളമുള്ളൂ കുന്തുമേലെ പൊന്തി വന്ന ചീരേ ആ ചീരമേ എമ്പടുളമുള്ളൂ നമ്മ പാള നിറയെ ചീരയില പോണു നമ്മ കുട്ട നിറയെ ചീരയില പോണു നമ്മ പാള നിറയെ ചീരയില പോണു നമ്മ കുട്ട നിറയെ ചീരയില പോണു ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 ലാലാലേ ലാലാലേ ലാലേ ഓലേ ലേ 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 പുട്ടി പുട്ടി ഞണ്ടൂനെ പൂട്ടിച്ചു കാഞ്ഞു കടി കടി ഞണ്ടൂനെ കടിച്ചു കാഞ്ഞു നല്ല പുകെ തന്നാല തിഞ്ചുല മഖാവെ യാ പണിയെങ്കോ മീനു കറി കൊടുത്ത് താലി ബന്ധ പണിയെങ്കോ താല് കറി കൊടുത്ത് മുറിയെ ചുറ്റേ ചുറ്റേ റാവുള കമ്മ്യൂണിറ്റിയുടെ ആചാര അനുഷ്ഠാന കലയാണ് ഗദ്ദിക. This is a very important tradition in terms of ritual purposes for the Ravula community. ഗദ്ദിക എന്നാൽ മലയാളത്തിലേക്ക് പറയുമ്പോൾ ശാന്തി എന്നാണ് അർത്ഥം. ശാന്തി ലഭിക്കുവാൻ വേണ്ടി നടത്തുന്ന ചടങ്ങാണ് ഗദ്ദിക. It's performed for I think the general idea is peace, and that's what they're saying. നമ്മുടെ സമുദായത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ
അത് ഞങ്ങളുടെ വിശ്വാസം ഏതെങ്കിലും ദേവീ ദേവന്മാരുടെ കോപം മൂലമായിരിക്കാം ഈ രോഗം വന്നതെന്ന്. അത് എന്ത് കാരണം കൊണ്ട് രോഗം വന്നു എന്നറിയുവാൻ വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. ഗദ്ദിക 3 തരത്തിലാണ് ഉള്ളത്: സാധാരണ ഗദ്ദിക, നാട്ടുഗദ്ദിക, പൂജാഗദ്ദിക. It is normally performed when somebody is unwell or somebody in the community is going through a disease, and they do this performance to find out why that has happened. So they have 3 types of Gaddiga. One is for Puja Gaddiga, സാധാരണ ഗദ്ദിക, normal Gaddiga, നാട്ടുഗദ്ദിക. and Natu means of the land, of the land, yeah. അപ്പോൾ ഈ സാധാരണ ഗദ്ദികയും പൂജാഗദ്ദികയും ഞങ്ങളുടെ സമുദായത്തിൽ മാത്രമാണെങ്കിൽ നാട്ടുഗദ്ദിക നാടിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. So the Natagaddiga is performed generally for the whole cultural territory, if we can say that. And the other 2 Gaddigas, the normal Gaddiga and Puja, it's for the community, the Puja Gaddiga and the normal Gaddiga. വർഷത്തിലൊരിക്കലാണ് നാട്ടുഗദ്ദിക നടത്തുന്നത്. They do the Natagaddiga, that is the Gaddiga for the land, for everybody in the land, once a year. അത് ജാതിമത ഭേദമന്യേ, അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാത്രമല്ല, അതിൽ ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും പോയിട്ട്. So this is done for all the communities in that cultural territory that they call their. മാരിയമ്മ സങ്കല്പത്തിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നു. മാരിയമ്മ സങ്കല്പത്തിൽ Mariamma is a deity, and so the men dress up as women. We saw that picture in the beginning, so that's the general costume, but at least that's how they appear for the performance. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ നാട്ടുഗദ്ദിക. So it extends for 7 days. 7 ദിവസം രാത്രിയും പകലും എല്ലാ വീടുകളിലും പോയി അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അതിനുള്ള പ്രതിവിധി നിർദ്ദേശിച്ചിട്ട് അവർ തരുന്ന കാണിക്ക വാങ്ങി ഞങ്ങൾ മാരിയമ്മയ്ക്ക് സമർപ്പിക്കുന്നതോടു കൂടിയാണ് ഈ നാട്ടുഗദ്ദിക സമാപിക്കുന്നത്. So for 7 days they visit all the households, everybody in that space, and they understand what their difficulties are, and then they also get a kani from the houses that they visit, which they dedicate to Mariamma. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പൂജാഗദ്ദികയുടെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം. They're going to show you some parts of the Puja Gaddiga now. ശിവസ്തുതിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഗദ്ദിക തുടങ്ങുന്നത്.
മേലെ മടുക്കുവനോ സ്വാനിന്നൊലേകാളും മേച്ചത മേലെ മറച്ചുവനോ സ്വാനിന്നൊലേകാളോ രാജത മേലെ തിരുകുവനോ സ്വാനിന്നൊലേകാളും സ്വാണപ്പണ പാതാവേ സ്വാനിന്നൊലേകാളോ ಮೇರುಲೋಕದಲ್ಲಿ ಮುತ್ತಿನ ಗುಡಿಯು ಜ್ವರಿನೊಲೆಗಾಳು ಈರುಲೋಕದಲ್ಲಿ ರಂಗಿನ ಗುಡಿಯು ಜ್ವರಿನೊಲೆಗಾಳು ಮುತ್ತಿನ ಗುಡಿಕೆ ಮುತ್ತೊಲೆ ಕಂಬ ಜ್ವರಿನೊಲೆಗಾಳು ರಂಗಿನ ಗುಡಿಕೆ ರಂಗೋಲೆ ಕಂಬ ನೊಲೆಗಾಳು ಬೇಗುನ ಮಾಡಲ ಪೂಜೆಯೇ ಸ್ವಾನಿನೊಲೆಗಾಳು ನಮ್ಗೊಂದು ಪೂಜೆನ ಮಾಡಲ ಸ್ವಾನಿನೊಲೆಗ ಅಕ್ಕಿಯೂ ನೀರುವ ಪೂಜೆ ಸ್ವಾನಿನೊಲೆಗಾಳು ಹಣ್ಣು ಕಾಯಿನ ಪೂಜೆಯೇ ಸ್ವಾನಿನೊಲೆಗಾಳು ಓ ಪರಿಚಯ ಹುಟ್ಟಾತ ಜಾಗ ಒಳಿಗೆ ಶಿವ ಕೊಟ್ಟ ಹೂವಾಕಿ ಮಾಡಿ ಗುಣ ಪತ್ರ ಮಡುಗಿ ಕಾಸಿನ ಮಡಿಗೆ ಕಾಣಿಕೆ ದೀಪ ಉಜ್ಜಿ ಕಂಜು ಕಳಗ ಜೋಡುಕು ಮಾಡಿದ ನೀಯಮ್ಮ ಆಟುಗಳಿರುವ ಒಟ್ಟದು ಕಾಣಿಕೆ ಬಾಳ ಬಾಳ ಸಂತೋಷ ಸಂತೋಷದಿಂದ ಹೋಗು ಬೇಕಲ್ಲ ನಾವು ಚಿತ್ತ ದೇವೋ ದೇವೋ ಚಿತ್ತ ದೇವೋ ಚಿತ್ತ ದೇವೋ ದೇವ ದೇವಾ ಚಿತ್ತ ದೇವೋ ದೇವೋ ಚಿತ್ತ ದೇವೋ ಚಿತ್ತ ದೇವೋ ದೇವ ಚಿತ್ತ ದೇವ ಚಿತ್ತ ದೇವೋ ದೇವೋ ಚಿತ್ತ ದೇವೋ ಚಿತ್ತ ದೇವೋ ದೇವ ದೇವಾ ಚಿತ್ತ ದೇವೋ ದೇವೋ ಚಿತ್ತ ದೇವೋ ಚಿತ್ತ ದೇವೋ ದೇವ ಚಿತ್ತ ದೇವ ಸೌರ ಚಿತ್ತರೆಲ್ಲ ಹುಟ್ಟಿಯ ಕೊಂಡರೆ ಚಿತ್ತ ದೇವೋ ದೇವ ಚಿತ್ತ ದೇವ ಆಲಾರುವ ಮಗನು ಪೂಜಾರಿ ಮಗನು ಚಿತ್ತ ದೇವೋ ದೇವ ಮುತ್ತ ದೇವ ನಿಂಗ ಕೆಟ್ಟಿ ಗೌಡೆ ನೀರು ಮೀದು ಬಂದೆ ಚಿತ್ತ ದೇವೋ ದೇವ ಮುತ್ತ ದೇವ ಹೂ ನೀರುವಕಿ ಪೂಜೆ ಮಾಡಿದಾನೆ ಚಿತ್ತ ದೇವೋ ದೇವ ಮುದ್ದ ದೇವ ಹಣ್ಣು ಕಾಯಿ ರಂಗಳ ಪೂಜೆ ಮಾಡಿದಾನೆ ಚಿತ್ತ ದೇವೋ ದೇವ ಮುದ್ದ ದೇವ ಬೇಗುನ ತರ್ಚಾಲ ತೇರ್ ತರಿ ಚಾಲ ಚಿತ್ತ ದೇವೋ ದೇವ ಮುದ್ದ ದೇವ ಚಾಮುಂಡಿ ದೇವಿ ಜಾನೆ ರೂಪು ತೇರು ಚಿತ್ತ ದೇವೋ ದೇವ ದೇವ ಮೈಸೂರು ಮಾರಿದ ತೇರಿ ಬರುತ್ತದೆ ಚಿತ್ತ ದೇವೋ ದೇವ ದೇವ ಭುಜಗಳು ತಾಳೋ ಸಂತೋಷ ಪಟ್ಟಾಳೆ ಚಿತ್ತ ದೇವೋ ದೇವ ದೇವ ಸಂತೋಷ ದಿನ ಬಾರವ ಚೋಮಿಯ ಚಿತ್ತ ದೇವೋ ದೇವ ದೇವ ಓ ಪರಿಚಯ ഇതാണ് ഗദ്ദിക എന്ന ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. See, these are some parts of the Gaddiga ceremony. ഇത് സാധാരണ ഗദ്ദികയുടെ വേഷമാണിത്. So this is the outfit for the normal Gaddiga, Sada Gaddiga.
പൂജ അല്ല നാട്ടുഗതികയാണെങ്കിൽ ഫോട്ടോയിൽ കണ്ട സ്ത്രീ വേഷമായിരിക്കും. So if it is a Natagadiga, they'll appear as women. I mean, they'll be dressed as women. Yeah. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്കൊരു ദൈവം നമ്മളായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ പെർഫോമൻസും ഈ ഇത് ചെയ്യുന്ന ആളെയും നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം എന്താണെങ്കിലും നമ്മൾ ഈ വേഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ആയിട്ടാണ് നമ്മൾ പിന്നെ. So once they dress up for the Gaddige, it's like the Devi is within them, the deities are within them, and the gods, I mean the deities are talking to them. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചോദിക്കാനുള്ളപ്പോൾ നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവം പറയുന്നത് പോലെയുള്ള മറുപടി അങ്ങോട്ടേക്ക്. So during the ceremony, if people ask them questions and if they want answers, they will talk to them as the Devi or the deity. ഇതാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. That is their belief. ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಗ ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ಕೈಪಗ ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ. ಕೈಪಗ ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ. ಕೈಪಗ ಸ್ವಾಮಿ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ. ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ. ದೇವಸಪ್ಪ ನೂರು ಕಾಲ ದೇವರು ಮುಂದೆ ಗುಡಿ ಮುಂದೆ. ಒಂದರ ಸರಪಣಿ ಸುತ್ತಲಡಿಕೊಂಡು ಹತ್ತಲೆ ನಿತ್ತು ಕೊಲ್ಲು ಕೊಡಮ್ಮ ದಾರಿದಂಗೆ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವದಾರುದಂಗ. ಎರಡನ ಸರಪಣಿ ಸುತ್ತಲಡಿಕೊಂಡು ಹತ್ತಲೆ ನಿತ್ತು ಕೊಲ್ಲು ಕೊಡಮ್ಮ ದಾರಿದಂಗೆ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವದಾರುದಂಗ. ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲು ದಡಿಕೋಲಾಡುವದಾರಿದಂಗೆ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವದಾರುದಂಗ. ಮೂರನ ಸರಪಣಿ ಸುತ್ತಲಡಿಕೊಂಡು ಕೊಲ್ಲು ಕೊಡಮ್ಮ ದಾರಿದಂಗೆ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವದಾರುದಂಗ. ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲು ದಡಿಕೋಲಾಡುವದಾರಿದಂಗೆ ದಡಿಕೋಲಮ್ಮ ದಡಿಕೋಲೋ ದಡಿಕೋಲಾಡುವದಾರುದಂಗ. ತೂಗುಮಾರಯ್ಯಾರಿರೋ ರಂಗಮಲ ರಂಗಾತ್ಮರಯ್ಯಾರಿರೋ ತೂಗುಮಾರಯ್ಯಾರಿರೋ ರಂಗಮಲ ರಂಗಾತ್ಮರಯ್ಯಾರಿರೋ. ಅವಳ ಮಾವನ ತೋಟದಲ್ಲಿ ರಂಗಮಾದುಗುಮಾರಯ್ಯಾರಿರೋ ತೂಗುಮಾರಯ್ಯಾರಿರೋ ರಂಗಮಲ ರಂಗಾತ್ಮರಯ್ಯಾರಿರೋ. ಅವಳ ಹಲಸಿನ ತೋಟದಲ್ಲಿ ರಂಗಮಾದುಗುಮಾರಯ್ಯಾರಿರೋ ತುಂಗುಮಾರಯ್ಯಾರಿರೋ ರಂಗಮಲ ರಂಗಾತ್ಮರಯ್ಯಾರಿರೋ. ಅವಳ ಕಕ್ಕನ ತೋಟದಲ್ಲಿ ರಂಗಮಾದುಗುಮಾರಯ್ಯಾರಿರೋ ತುಂಗುಮಾರಯ್ಯಾರಿರೋ ರಂಗಮಲ ರಂಗಾತ್ಮರಯ್ಯಾರಿರೋ. ತಾನೇ ತಂದು ನಂದು ನಾನ ಒಳ್ಳೆ ಸಿಂಗುತ್ತ ನಂದು ನಂದು ನಾನ ತಾನೇ ತಂದು ನಂದು ನಾನ ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಂದು ನಾನ. ತಾನೇ ತಂದು ನಂದು ನಾನ ಒಳ್ಳೆ ಸಿಂಗುತ್ತ ನಂದು ನಂದು ನಾನ. ತಾನೇ ತಂದು ನಂದು ನಾನ ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಂದು ನಾನ. ಕಾವೇರಿ ಒಳ್ಳೆದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ತೊಲಪವಳೆ ಒಂದೊಂದು ಒಂದು ನನಗೊಂದು ಒಳ್ಳೆ ಸಿಂಗುತ್ತ ನಂದು ನಂದು ನಾನ. ಕಾವೇರಿ ಹೊಳದಲ್ಲಿ ಒಳ್ಳೆ ಕಾವೇರಿ ತಲಪವಳೆ ಒಂದೊಂದು ಒಂದು ನನಗೊಂದು ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಂದು ನಾನ. ಸಿಂಗುತ್ತ ನಂದು ನಂದು ನಾನ. ಒಳ್ಳೆ ಜಂಗುತ ನಂದು ನಂದು ನಾನ. ರಾಗಮಠವಳಂತೆ ಇವರಾಗಮಠವಳಂತೆ ರಾಗಮಠವಳಂತೆ ಇವರಾಗಮಠವಳಂತೆ ಜೇನುಗದವಳಂತೆ ಇವ
ಜೇನು ಗೊದವಳಂತೆ ಜೇನು ಗೊದವಳಂತೆ ಇವ ಜೇನು ಗೊದವಳಂತೆ ಜೇನು ಗೊದವಳಂತೆ ಇವ ಜೇನು ಗೊದವಳಂತೆ ಜೇನು ಗೊದವಳಂತೆ ಇವ ಜೇನು ಗೊದವಳಂತೆ ಗಿಚಿ ಗಿಚಿಗೆ ಬಾಲಗಿ ಚಮ್ಮ ಬಾಲಗಿ ಬಾಸಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಗಿಚಿ ಗಿಚಿಗೆ ಬಾಲಗಿ ಚಮ್ಮ ಬಾಲಗಿ ಬಾಚಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಗಿಚಿ ಗಿಚಿಗೆ ಬಾಲಗಿ ಚಮ್ಮ ಬಾಲಗಿ ಬಾಸಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಗಿಚಿ ಗಿಚಿಗೆ ಬಾಲಗಿ ಚಮ್ಮ ಬಾಲಗಿ ಬಾಚಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಬಾಲಗಿ ಬಾಚಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಬಾಲಗಿ ಬಾಚಾಮಿ ಬಾಲಗಿ ಚಿಗೆ ಬಾಲಗಿ ಬಾಸಾಮಿ ಬಾಲಗಿ ಚಿಗೆ. ಥ್ಯಾಂಕ್ ಯು. ഇത് വയനാട് ജില്ലയിലെ കാട്ടുനായ്ക്ക സമുദായത്തിൻ്റെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ ജീവിത രീതികളെയും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തെയും പിന്നെ നമ്മുടെ അനുഷ്ഠാന കലാരൂപമായ കോൽക്കളി എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ചും പരാമർശിക്കുന്ന പാട്ടുകളാണ് ഇപ്പോൾ പാടിയിട്ടുള്ളത്. So this song is from the Katanaikan community, and it's also it is about their life cycles and their lived experiences, and നമ്മുടെ ജീവിത ശൈലി പിന്നെ ആചാരം rituals and ceremonies Okay. related to that. Yeah. അത് ജേന് എന്ന് പറഞ്ഞാൽ കാട്ടുനായ്ക്ക ഭാഷയിൽ തേൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ കാട്ടുനായ്ക്ക സമുദായത്തിലുള്ള ആളുകൾ എപ്പോഴും കാട്ടിൽ തേൻ ശേഖരിച്ച് പണ്ട് മുതൽ തന്നെ കാട്ടിൽ തേൻ ശേഖരിച്ചിട്ടാണ് നമ്മൾ ജീവിതമാർഗം അല്ലെങ്കിൽ അത് ഭക്ഷിച്ചൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ടുള്ള ആളുകൾ പാടി വെച്ച കാര്യങ്ങളാണ്. നമ്മൾ കാട്ടിൽ ജനിച്ച് തേനെടുത്ത് അത് കഴിച്ച് ഭക്ഷിച്ച് വളർന്നു വന്നവരെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. So the song is also, I mean, it had references to honey and honey hunting. So it refers to the Katanaikan way of living and living with the forest, and it defines a lot of their seasonal life cycles. Honey hunting is very important in their lives. Yeah. പിന്നെ കാട്ടുനായ്ക്ക സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആരാധിക്കുന്നത് പ്രകൃതിനെയാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ എല്ലാം ഇപ്പോൾ എന്താ നെല്ലിക്ക, തേന്, അങ്ങനത്തെ എല്ലാ സാധനവും അപ്പോൾ ആ പ്രകൃതി നമുക്ക് എന്താണോ തരുന്നത് ആ തരുന്ന സാധനം നമ്മൾ ദൈവമായിട്ട് ആരാധിക്കാറുണ്ട്. അപ്പോൾ പാട്ടിൽ മുഴുവനും ഈ പൂവ്, കായ് അങ്ങനത്തെ സാധനങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. So the song is about the forest and the flowers and the fruits that you receive from the forest. And he was saying that the Katanaikan community, they worship, or at least the forest is sacred for them. It's like a deity for them. And they believe that this deity gives them a lot. So the song is about that. Thank you. താങ്ക് യു.